മക്കളെ, ഞാനൊരു സിനിമ കണ്ടു. ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായ, മോഹൻലാൽ ആക്ട് ചെയ്ത അമൃതം ഗമയ. എൻ്റെ പൊന്നെ, ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ I would say this is one of top 3 Mohanlal movies. Performance of Mohanlal is awesome here, but more than that, MTയുടെ സ്ക്രിപ്റ്റും ഹരിഹരൻ്റെ ഡയറക്ഷനും ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സാമൂഹിക പ്രസക്തി ഉണ്ട്. അത് സിനിമ കണ്ടാൽ അറിയും. ഈ സിനിമ തുടങ്ങുന്നത് സ്ലോ ആയിട്ടാണെങ്കിലും ഇമോഷണലി നമ്മൾ ഈ പടത്തിൽ അറിയാതെ ഇൻവെസ്റ്റ് ആവും. പിന്നെ അതിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. ഈ സിനിമ കണ്ട് നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തേക്ക് ഒരു മരവിപ്പാണ് നമുക്ക് ഫീൽ ചെയ്യാം. മോഹൻലാലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ 3 കാലഘട്ടം ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് 3 ഗെറ്റപ്പിലാണ് മോഹൻലാൽ വരുന്നത്. എന്ത് സീംലെസ് ആയിട്ടാണ് ബിഫോർ 30 മോഹൻലാൽ ഈ സിനിമ അഭിനയിച്ചിരിക്കുന്നത്. ഹൈലി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ ഏകദേശ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഹീസ് ആക്ച്വലി helping some poor family, and we will understand why that's happening, and that's the story. This movie is released on 1987, and when Mohanlal was just 27 years of age. He is doing 3 phases of his life in this movie. Seamless performance, one of the best performance of Mohanlal. Hats off. Highly appreciated movie. I would like everyone to see this movie. Peace. ടെറിഫിക് പീരിയഡിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന് സ്വയം നശിക്കണം. എന്നെ ശവിക്കാതെ തന്നെ അന്ന് ചിരിക്കാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇവിടെ നിയമം ഞങ്ങളാ. ഞങ്ങൾ നിശ്ചയിക്കുന്നതിനപ്പുറം ഒരു നിയമവും ഇല്ല, അറിയോ?